ഉത്തർപ്രദേശിലെ മദ്രസ നിയമം ഹൈക്കോടതി, അവിടുത്തെ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയ വാർത്ത നമുക്കറിയാം. അതിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മതനിരപേക്ഷത എന്ന ആശയത്തിന് കുറുകെ സഞ്ചരിക്കുന്നതാണ് മദ്രസ നിയമം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്, എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി മദ്രസ നിയമം റദ്ദ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഉത്തർപ്രദേശിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മദ്രസ എന്നത് സ്കൂളിംഗ് പോലെ തന്നെ അവിടെ ഏറ്റവും മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരുപാട് ആളുകൾ അതിനെ ആശ്രയിക്കുന്നു. അപ്പോൾ അവിടെ മൊത്തം പ്രവർത്തിക്കുന്ന മദ്രസകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മദ്രസകൾക്ക് സർക്കാരിൻ്റെ എയ്ഡുണ്ട്, ബാക്കിയൊക്കെ സർക്കാർ അംഗീകൃത മദ്രസകളാണ്. അവിടെ ഈ മതപഠനം ഒപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം എല്ലാം അവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെക്കാനിസമാണ് അവിടെ ഉള്ളത്. പക്ഷേ അത് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ആശയത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഹൈക്കോടതി ആ കാര്യങ്ങളെ നിരീക്ഷിച്ചതിൽ മൊത്തത്തിൽ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CJI അടങ്ങുന്ന ബെഞ്ച് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതൊരു വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റിന് കൂടി കാരണമായി മാറിയിട്ടുണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. ദിവസം ഇപ്പം അതായത് ഇന്ത്യയെപ്പോലെ ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും മതവിഭാഗങ്ങളോട് പ്രത്യേകമായ ഒരു ഊന്നലും കരുതലും പാടില്ല എന്ന് നിർവചിക്കുന്ന ഒരു ഭരണഘടനയുള്ള സ്ഥലത്ത് മദ്രസകൾക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെ പണം ചെലവഴിക്കുക, മദ്രസകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് കോടതി കണ്ടെത്തുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വരുന്നതും കാണുന്നുണ്ട്. സുപ്രീം കോടതി അതിനകത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വാദം കേൾക്കാനും വിധി പറയാനും പോകുന്നതേ ഉള്ളൂ. സത്യത്തിൽ എന്താണ് ഈ മദ്രസ ആക്ട്, എന്താണ് അതിൻ്റെ വശങ്ങൾ, എന്താണ്? ഒന്നാമത് മദ്രസ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗൂഗിളിൽ പോയിട്ട് മദ്രസ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് എന്ന് അടിച്ചാൽ സ്കൂൾ എന്നാണ് അതിന് അർത്ഥം വരിക. ദർസ് എന്ന് പറഞ്ഞാൽ പാഠം, അറബി ഭാഷയിൽ പാഠം. മദ്രസ എന്ന് പറഞ്ഞാൽ പാഠം പഠിപ്പിക്കുന്ന സ്ഥലം, അതാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആധുനികതയ്ക്ക് മുമ്പ് വിദ്യാഭ്യാസത്തെ ഇങ്ങനെ സെക്യുലർ സീക്രട്ട് എന്ന് വേർതിരിച്ചിട്ടില്ല. പള്ളിക്കൂടം എന്ന പ്രയോഗം എങ്ങനെയാണ് വന്നത്? പള്ളിയുമായിട്ട് ചേർന്നിട്ടാണ് വിദ്യാഭ്യാസം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്ന ആരാണ്? പള്ളി, ചേർച്ചുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എഴുത്തിനിരുത്ത് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഈ മുസ്ലിങ്ങൾ പള്ളി ദർസുകളുണ്ടായിരുന്നു. ഈ പള്ളി ദർസുകളിൽ നോക്കൂ, ഈ അറബി ഭാഷയും ഇസ്ലാമിക് സ്റ്റഡീസും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ജോമെട്രിയും കെമിസ്ട്രിയും ഇത്തരം വിഷയങ്ങൾ, ഗോളശാസ്ത്രവും ഇതൊക്കെ പഠിപ്പിക്കുന്ന പള്ളിയിൽ ഉസ്താദന്മാർ തന്നെ ഇതൊക്കെ പഠിച്ചവരും പഠിപ്പിക്കുന്നതായിരുന്നു. എന്നുള്ള നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള സെക്യുലർ സീക്രട്ട് എന്ന് പറയുന്ന വിഭജനം മുമ്പുണ്ടായിരുന്നില്ല. മദ്രസകൾ എന്ന് പറയുന്നത് ആ കാലത്തിൻ്റെ തുടർച്ചയിൽ വരുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, ഈ ഇസ്ലാമിക് സുൽത്താനേറ്റ്സുകൾ ഉണ്ടായിരുന്ന കാലമാണ്. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാവരും പഠിക്കുന്നത് എവിടെയാണ്? മദ്രസയിലാണ്. മതപഠനവും ഭൗതിക പഠനവും എല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ മുസ്ലിം കുട്ടികളും പഠിക്കുന്നു, മുസ്ലിങ്ങളല്ലാത്ത കുട്ടികളും പഠിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു സമ്പ്രദായം. ആ സമ്പ്രദായം ഇന്നും മദ്രസകളിൽ 2023 ഡിസംബറിൽ ഇവർ നാഷണൽ കൗൺസിൽ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് റൈറ്റ്സ് അവരൊരു NCPCR അവരൊരു സർക്കുലർ അയക്കുന്നുണ്ട് എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും, എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും. ആ സർക്കുലർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ മദ്രസകളിൽ പഠിക്കുന്ന നോൺ മുസ്ലിം വിദ്യാർത്ഥികളുടെ കണക്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർക്കുലർ അയക്കണമെന്നതിൻ്റെ അർത്ഥം എന്താണ്? മദ്രസകളിൽ മുസ്ലിങ്ങളല്ലാത്ത കുട്ടികളും പഠിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൽ ഉത്തരാഖണ്ഡിൽ 10% വിദ്യാർത്ഥികൾ നോൺ മുസ്ലിംസാണ്. മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 10% നോൺ മുസ്ലിംസാണ്. വെസ്റ്റ് ബംഗാളിൽ 11.9% നോൺ മുസ്ലിംസാണ്. വെസ്റ്റ് ബംഗാളിലെ മദ്രസ അധ്യാപകരിൽ 29% നോൺ മുസ്ലിംസാണ്. 2019 വെസ്റ്റ് ബംഗാളിലെ മദ്രസ 10ാം തരം പരീക്ഷയുണ്ട്, ആലിമി എന്നാണ് പറയുക. 10ാം തരം പരീക്ഷയിലെ പെൺകുട്ടികളുടെ ആ ഇനത്തിൽ ആദ്യത്തെ 3 റാങ്കുകാരും ഹിന്ദു പെൺകുട്ടികളാണ്. പക്ഷെ മദ്രസ ആലിം പരീക്ഷയിലെ ആദ്യത്തെ 3 റാങ്കുകാർ ഹിന്ദു പെൺകുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മദ്രസ എന്ന് പറയുമ്പോൾ ഈ മോർണിംഗ് മദ്രസ, ഇസ്ലാമിക വിദ്യാഭ്യാസം, ഇസ്ലാമിക ആചാര സമ്പ്രദായങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കോൺസെപ്റ്റിൽ. ആ കോൺസെപ്റ്റ് നമ്മൾ മദ്രസയെ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണിത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ മദ്രസകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. അതിൽ കൂടുതലും മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ മോർണിംഗ് മദ്രസ ഇല്ല. അവർ ഈ പോകുന്ന സ്ഥലത്ത് തന്നെ
മതപഠനവും നടത്തുന്നു, ഭൗതിക പഠനവും നടത്തുന്നു. അപ്പോൾ അതിങ്ങനെ ഇൻഫോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ ഫോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാകുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ. ആ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് അവർക്ക് പരീക്ഷകൾ നടത്തുന്നു, സെൻട്രലൈസ്ഡ് സർട്ടിഫിക്കേഷൻ നൽകുന്നു. ആ സർട്ടിഫിക്കറ്റുകൾക്ക് സർക്കാർ എക്വിവലൻസി കൊടുക്കുന്നു, മറ്റ് ഇതുമായിട്ടുള്ള എക്വിവലൻസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ സ്റ്റഡീസിന് പോകാം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് പരീക്ഷകൾ എഴുതാം. അങ്ങനെ എന്ന് പറഞ്ഞാൽ മുഖ്യധാര വിദ്യാഭ്യാസ ക്രമത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതോ നിലക്ക് അതിൻ്റെ പെരിഫറിയിൽ നിൽക്കുന്ന ആളുകളെ കൂടെ മുഖ്യധാരയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് മദ്രസകളിലെ ഭൗതിക വിദ്യാഭ്യാസം അതിന് കുറച്ചും കൂടി ഒരു ഔദ്യോഗികമായുള്ള സ്വഭാവം വരുന്നത്. അപ്പോൾ അവിടെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അതാണ് സർക്കാർ നൽകുന്ന സഹായം എന്ന് പറയുന്നത്. അതിന് എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ 25,000 മദ്രസകളുള്ളത് 560 മദ്രസകൾക്ക് മാത്രമാണ് സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയെന്ന് ആലോചിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഇത്തരം മദ്രസകളിൽ പോയി പഠിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളല്ലാത്ത കുട്ടികൾ പോലും അവിടെ പഠിക്കുന്നുണ്ട്, മുസ്ലിം കുട്ടികൾ ധാരാളമായി പഠിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അവിടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതുപോലെ സാർവത്രികവും സൗജന്യവുമല്ല. അത് ഉണ്ട്, ഒരു ഗ്രാമത്തിലുണ്ടോ വെച്ചാൽ ഉണ്ടാകും. പക്ഷേ അത് അവിടെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്വഭാവത്തിലായിരിക്കും, ആരും ശ്രദ്ധിക്കാത്ത സ്വഭാവത്തിലായിരിക്കും. അത് അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ ഈ മദ്രസകളിലേക്ക് പോകും. കൂടുതൽ ആളുകൾ എവിടെയൊക്കെ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകും. അവിടെ വലിയ ഫീസ് കൊടുക്കണം. പക്ഷേ ഈ മദ്രസകളിൽ അത്ര ഫീസില്ല. മുസ്ലിം കുട്ടികൾ മദ്രസകൾ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, ഒന്ന്, ഈ മതവിദ്യാഭ്യാസം നേടാൻ പറ്റും, പ്ലസ് വലിയ ഫീസില്ലാതെ സ്കൂൾ ഭൗതിക വിദ്യാഭ്യാസവും നേടാൻ പറ്റും. 10 രൂപ 20 രൂപയൊക്കെയാണ് മാസത്തിൽ ഫീസ് മേടിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് അത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പള്ളികൾ, ഈ മഹല്ല കമ്മിറ്റികളൊക്കെ പള്ളികളൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? പൊതുജനങ്ങൾ സംഭാവന സ്വീകരിച്ചാണ്. അതേപോലെ പൊതുജനങ്ങളിൽ സംഭാവന സ്വീകരിച്ചാണ് ഈ മദ്രസകൾ നടത്തുന്നത്. ഭക്ഷണം കിട്ടും. പല മദ്രസകളും റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ളത്, അതുകൂടെ മനസ്സിലാക്കണം. റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള ധാരാളക്കണക്കിന് മദ്രസകൾ കാണാൻ പറ്റും. എന്താണ് ഇത്രയധികം റെസിഡൻഷ്യൽ സ്വഭാവം മദ്രസ എന്നറിയോ? കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവരെങ്കിലും പട്ടിണിയില്ലാതെ 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഒരു കാര്യം മനസ്സിലാതെ, വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയില്ലേ ഈ കുട്ടികൾ? അങ്ങനത്തെ മദ്രസകൾ ഇഷ്ടം പോലെ കാണും. വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയില്ല. എന്താണെന്നറിയോ? വീട്ടിൽ പോയാൽ ഫുഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മദ്രസയിൽ തന്നെ തങ്ങും. അങ്ങനെ നടന്നു പോകുന്ന സ്ഥാപനങ്ങളാണ്. അതിൽ 560 എണ്ണത്തിന് അവിടുത്തെ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്ന് മാസത്തിൽ 10,000 രൂപ 15,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇതാണ് മദ്രസ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുകയാണ്. അതെ, അതിങ്ങനെ തന്നെ തുടരണമെന്ന് വെച്ചാൽ ഇങ്ങനെ തുടരേണ്ട യാതൊരു കാര്യമില്ല. ഇത് അവസാനിപ്പിക്കാം. സർക്കാരിന് അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടികൾ നമ്മുടെ മുഖ്യധാരാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് സർക്കാരിന് ആഗ്രഹിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാക്കുകയും ചെയ്യുക. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ നല്ല ഒരു സ്കൂളുണ്ടെന്ന് വിചാരിക്കുക, ഗവൺമെൻറ് സ്കൂളുണ്ടെന്ന് വിചാരിക്കുക. അവിടെ പോയി ഭക്ഷണം കിട്ടും, മിഡ് ഡേ മീൽ കിട്ടുമെന്ന് വിചാരിക്കുക. ഇവർ മദ്രസയിലേക്ക് പറഞ്ഞേക്കൂ? ഇല്ലല്ലോ. ആ സ്കൂളിലേക്കല്ലേ ഇവിടെയുള്ളൂ. അപ്പോൾ ഈ സർക്കാർ എന്താ ചെയ്യേണ്ടത്? സർക്കാർ മര്യാദയ്ക്ക് അവർ വിദ്യാഭ്യാസം കൊണ്ട് നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇത് സ്വാഭാവികമായി ഇല്ലാതായിക്കൊള്ളും. പക്ഷെ ഇതല്ല അടിസ്ഥാന ചിന്ത ഇതല്ല നിഷാദെ. അടിസ്ഥാന ചിന്ത എന്താണ്? ഇവന്മാരുടെ ഈ പരിപാടി അവസാനിപ്പിക്കണം. അതും സർക്കാരിൻ്റെ എല്ലാ പോളിസികളുടെയും ആ ചിന്തയുടെ അച്ചുതണ്ടായി നിൽക്കുന്നത് മറ്റവനെ ഇടിക്കുക എന്നൊരു കാഴ്ചപ്പാടായി മാറുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് പറ്റില്ലെന്ന് തൽക്കാലം സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. സാറെന്ത് തോന്നുന്നു? ദാവൂദ് അവസാനം പറഞ്ഞ ആ പോയിന്റിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് UP സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇതിനെതിരായിട്ട്, അതായത് ഹൈക്കോടതി വിധി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം.
ഈ പറഞ്ഞതനുസരിച്ചൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ എൽ പി സ്കൂളുകളാണ് ശരിക്കും മദ്രസകൾ അല്ലേ? നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എൽ പി സ്കൂളും യു പി സ്കൂളും പോലെയാണ്. അവിടങ്ങളിൽ ഉച്ചഭക്ഷണം കിട്ടും. ആ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ ആശ്വാസമാണ്. അവരുടെ പട്ടിണി ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് സാമാന്യ വിദ്യാഭ്യാസം പിന്നെ കിട്ടുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അവരുടെ വളർച്ചയുടെ പാകപ്പെടലിന് സഹായിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവുന്നു. റെസിഡൻഷ്യൽ സംവിധാനം കൂടി ഉണ്ടെങ്കിൽ അതിനേക്കാൾ മികച്ചതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത് എത്ര ഗുണകരമായി നൽകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 16,000 അല്ലേ കണക്കനുസരിച്ച് അത്രയെങ്കിലും മദ്രസകൾ യു പിയിൽ ഉണ്ട് എന്നാണ്. 25,000. ഇതിൽ ഏതാണ്ട് 17 ലക്ഷം റെക്കഗ്നൈസ്ഡ്. അതെ, 17 ലക്ഷം വിദ്യാർത്ഥികളുണ്ടെന്നാണ് പറയുന്നത്. ഈ 17 ലക്ഷം വിദ്യാർത്ഥികളെ പിന്നെ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് റീലൊക്കേറ്റ് ചെയ്യണമെന്നാണ് ഈ ഹൈക്കോടതി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയധികം പിന്നെ തീർച്ചയായും നമുക്കറിയാം അവരൊന്നും പിന്നെ പ്രായമെത്തിയ കുട്ടികളല്ല. അവരെ റീലൊക്കേറ്റ് ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത്? ഈ പറയുന്ന പ്രൈവറ്റ് സ്കൂളുകളിലാണോ, അല്ലെങ്കിൽ അതിലും തരംതാഴ്ന്ന നിലയിൽ ഉള്ള ഈ പറയുന്ന സ്കൂളുകളിലാണോ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണ്ണടച്ച് ഒരു എന്താ പറയുക, ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിലുള്ളത് എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു ഹൈക്കോടതിയെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അലഹബാദ് ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയധികം വിധികളിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണ അത് പിന്നെ സുപ്രീം കോടതിയിലെത്തി. ഈ ഒരു വിധിയിലൂടെ, ഈ അപ്പീൽ വിധിയിലൂടെ അത് ഒരുപക്ഷെ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് പറയാം. എത്ര കാലം നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയും? അല്ല, അടുത്ത തവണ ഈ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിമെന്റ് സുപ്രീം കോടതി എത്തിയിട്ടുണ്ടാവും. അത് സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിപ്പോൾ പിന്നെ വളരെ യാദൃച്ഛികമായി അങ്ങനെ ഒരു വിധി വന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം മദ്രസകളിൽ സർവേ നടത്താൻ യോഗി സർക്കാർ ഉത്തരവിട്ടതിൻ്റെ പിന്നാലെയാണ് ഈ പറയുന്ന സംഗതികളും വന്നത്. അപ്പോൾ മദ്രസകളെ എങ്ങനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലിരുന്ന് ദാവൂദ് പറഞ്ഞ പോലെ കേരളത്തിലിരുന്ന് ചിന്തിക്കും മദ്രസകൾ എന്ന് പറഞ്ഞാൽ പാഠശാലകൾ എന്നുള്ള മാത്രം നിലയിൽ ആലോചിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ തോന്നുന്നത് എന്താ വെച്ചാൽ മതപാഠശാലകൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോലെ പിന്നെ താലിബാനികളെയും പിന്നെ തീവ്രവാദികളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് എന്നൊരു പൊതുബോധം ആദ്യമേ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ആ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് എടുക്കുന്നത് തീവ്രവാദം ഇല്ലാതാക്കാനുള്ള നടപടിയാണ്, ഞങ്ങൾ പിന്നെ എന്താ പറയുക മതേതരത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ഭീഷണി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും കഴിയുക. ഇതിന് പിന്നെ എത്രത്തോളം സാധ്യത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൂടിയാണ് അവരുടെ ലക്ഷ്യം. കാരണം വെച്ചാൽ ഞങ്ങൾ അത്തരമൊരു നടപടിയെടുത്ത രാജ്യത്തെ രക്ഷിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഈ സംസ്ഥാനത്തെ രക്ഷിക്കുകയാണ് എന്ന തരത്തിൽ മറ്റൊരു സമുദായത്തിൻ്റെ മുന്നിൽ നിന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നല്ലാതെ ഇത് യു പിയിൽ മാത്രമല്ല. ഇപ്പോൾ മധ്യപ്രദേശിലെ സാഹചര്യം നമുക്കറിയാം. അവിടെ പിന്നെ ഈ കഴിഞ്ഞ പിന്നെ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പിന്നെ ഇസ്ലാമിക സ്കൂളുകളിലൊക്കെ വന്ദേമാതരം പാടുന്നില്ല എന്നതിൻ്റെ പേരിൽ നടപടിയെടുത്ത് അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അലുമിനി മീറ്റ് നടത്തിയപ്പോൾ അവിടെ പിന്നെ എന്താ പറയുക ദേശീയ പതാക ഉയർത്തി അവിടെ ദേശീയഗാനം പാടിയില്ല, അല്ലെങ്കിൽ വന്ദേമാതരം പാടിയില്ല എന്നതിലുള്ള നടപടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഇതായിട്ടുള്ള പിന്നെ ഒരു സംസ്കാരം മാത്രം അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഗതിയായിട്ടോ യു പിയിലേത് മാത്രമായിട്ടോ കാണാൻ കഴിയില്ല. പക്ഷേ യു പി ആണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര കാലം സുപ്രീം കോടതിക്ക് ഇതൊക്കെ തടുത്തു നിർത്താൻ കഴിയും? നമുക്കിനി നാളെ ഇരിക്കാം. നമസ്കാരം.